പിന്നെ ഞാൻ ഒരു ഉദാഹരണം, എൻ്റെ ഒരു ക്ലയന്റ്, അദ്ദേഹം വെറും 2 വർഷങ്ങൾക്ക് മുമ്പ് നാദിൽ ഷിബ എന്ന് പറയുന്ന സ്ഥലത്ത് 4-5 മില്യണിന് വേണ്ടി ഒരു ലാൻഡ് എടുത്തു. ആ ലാൻഡ് ഇന്ന് ചോദിക്കുന്നത് 11 മില്യണിനാണ്. 11 മില്യൺ ലാൻഡ് മാത്രം, ഒന്നും ചെയ്തിട്ടില്ല, കൺസ്ട്രക്ട് ചെയ്തിട്ടില്ല, ഒന്നുമില്ല. ഇപ്പൊ നാട്ടിലൊക്കെ ഒരുപാട് ഡെവലപ്പേഴ്സിലാണ്. അപ്പൊ അവരെ പോലുള്ള ആളുകളെ നമ്മൾ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരിവിടെ വന്നിട്ട് തുടങ്ങുകയാണെങ്കിൽ, അവരെടുക്കേണ്ടത് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ എന്ന് പറയുന്ന ആക്ടിവിറ്റിയുള്ള ലൈസൻസ് ആണ്. പക്ഷെ ഇവിടെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് അതിന് വെറും 25,000 ദിറംസ് മാത്രമേ ഈ ആക്ടിവിറ്റി ഫീ ആയിട്ട് ചാർജ് ചെയ്യുന്നുള്ളൂ. റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറിന്റെ കേസിൽ വരുമ്പോൾ നമുക്ക് റൂളിംഗ് ഫാമിലി മെമ്പർ എന്നുള്ളതിന്റെ അപ്പുറത്തോട്ട് ലാൻഡ് സ്വന്തമായിട്ടുള്ള ആള് എന്നുള്ളതാണ്. ആരും ആകാം അല്ലേ? ആരും ആകാം. എങ്കിലും ദുബായിൽ റിയാസ് ബായുടെ ഇപ്പോൾ ഇത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഇനി വരും വർഷങ്ങളിൽ ഭയങ്കര ബൂം ചെയ്ത് വരികയാണെന്ന്. മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാൻ സാധാരണഗതിയിൽ പോഡ്കാസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ഓഫീസിൽ വെച്ചാണ്. പക്ഷേ ഇന്നത്തെ പോഡ്കാസ്റ്റ് അൽഹംദുലില്ലാ ദുബായിൽ റിയാസ് ബായുടെ ഓഫീസിൽ വെച്ച് ആണ് ചെയ്യുന്നത് അല്ലേ? സത്യം പറഞ്ഞാൽ ഫസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ സെറ്റപ്പൊക്കെ എല്ലാം. വിമാനം കടന്ന് കടൽ കടന്ന് ദുബായിലെത്തി. അപ്പം നിങ്ങൾ വെച്ച് തന്നെ ആദ്യം ചെയ്യണം. നമ്മുടെ എന്താ പറയുക, എപ്പിസോഡുകളിൽ വരുന്ന ഒരാളാണ്. ബിസിനസ് സെറ്റപ്പിനെ കുറിച്ചൊക്കെ സംസാരിച്ച് ഒരുപാട് ആൾക്ക് പ്രയോജനകരമാകുന്നുമുണ്ട്. അതിന് ഏറ്റവും വലിയൊരു വലിയ സന്തോഷം പറയുകയാണ്. റിയാസ്, കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അവരേത് ലൈസൻസാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഡെവലപ്പർ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഒരു ശ്രദ്ധിക്കേണ്ടതിനൊക്കെ ടോപ്പിക്ക് നമുക്ക് അതൊക്കെ പറയുന്നതിനെപ്പെട്ട് നമ്മുടെ ഓഫീസിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടല്ല ഇതൊക്കെ വരുന്നത്. പിന്നെ ഞാൻ ആദ്യം ഞങ്ങൾ ഒരു 4 വർഷം മുമ്പ് അല്ലേ, 4 വർഷം മുമ്പ് വന്നിട്ടുണ്ട്. വിജയ് സേതുപതിയൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ പെട്ടെന്ന് വിളിച്ച് 2 ദിവസം കൊണ്ട് വന്നു പറഞ്ഞു. നമ്മളാരോട് ചിലപ്പോൾ വലിയ സന്തോഷമായിരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ തീർച്ചയായിട്ടും വലിയൊരു ബൂമാണ് ദുബായിൽ വരുന്നത്. നമ്മൾ നേരത്തെ അന്ന് സംസാരിച്ചതും റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ അത് എത്രത്തോളം മലയാളികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളതിനെ കുറിച്ചും ഒക്കെ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ 35,000-ലധികം കോടി ഇന്ത്യൻ രൂപ UAE നിക്ഷേപമായി വന്നിട്ടുള്ളതാണ് റിയൽ എസ്റ്റേറ്റ് ഇതിലേക്ക്, RBIയുടെ കണക്ക് പ്രകാരം. അപ്പോൾ അത്രയും വലിയൊരു ബൂമാണ് ഇവർ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ മേഖലയിലേക്ക് ഇതൊക്കെ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, നാട്ടിലൊരു ഡെവലപ്പർ അല്ലെങ്കിൽ ഇപ്പോൾ നാട്ടിലൊക്കെ ഒരുപാട് ഡെവലപ്പേഴ്സ് ഉള്ളതാണ് നമുക്ക് അറിയുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ കാണുന്ന ഒരുപാട് പേരുകളുണ്ട് കൊച്ചിയിലൊക്കെ എസ്പെഷ്യലി. അപ്പോൾ അവരെ പോലുള്ള ആളുകളെ നമ്മൾ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരിവിടെ വന്നിട്ട് തുടങ്ങുകയാണെങ്കിൽ, അവരെടുക്കേണ്ടത് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ എന്ന് പറയുന്ന ആക്ടിവിറ്റിയുള്ള ലൈസൻസ് ആണ്. റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ. അതെ. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ കണ്ടമാനം ആക്ടിവിറ്റീസ് ഉണ്ട്. റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ, പിന്നെ ഓൺ പ്രോപ്പർട്ടി ലീസിങ്, അല്ലെങ്കിൽ മറ്റൊരാളുടെ പ്രോപ്പർട്ടി മാനേജ്മെന്റ്, അങ്ങനെ പലതും ഉണ്ട്. ഈവൻ ഞങ്ങൾ ചെയ്യുന്ന ഓഫീസുകൾ വാടക കൊടുക്കുന്ന ഒരു ബിസിനസ് ഉണ്ട്. അത് റിയൽ എസ്റ്റേറ്റിന്റെ ആക്ടിവിറ്റിയിൽ വരുന്ന ബിസിനസ് സെന്റർ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി. അപ്പോൾ ഇതൊക്കെ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി ആണ് ഇത് കൺട്രോൾ ചെയ്യുന്ന, ഒരു അപ്രൂവൽ എടുത്ത് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെയാണ് നമുക്ക് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് അപ്രൂവൽ എടുക്കേണ്ട ഈ ആക്ടിവിറ്റി, റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ എന്ന് പറഞ്ഞ ആക്ടിവിറ്റി. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് അതിന് വെറും 25,000 ദിറംസ് മാത്രമേ ഈ ആക്ടിവിറ്റി ഫീ ആയിട്ട് ചാർജ് ചെയ്യുന്നുള്ളൂ. ഞാനത് പറയാൻ കാരണം പണ്ട് അത് മില്യൺസ് ഒക്കെ ഡിപ്പോസിറ്റ് ഒക്കെ ഉള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഇല്ല. ലൈസൻസ് ഫീസ് സാധാരണ എക്കണോമിക് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഫീസിനോടൊപ്പം ഈ ലാൻഡ് ഡിപ്പാർട്ട്മെന്റ്, അതായത് റിറയുടെ ഈ 25,000 ഇയർലി അടക്കുകയാണെങ്കിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറിന് ലൈസൻസ് കിട്ടും. പക്ഷെ ഇവിടെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്, സ്വന്തമായിട്ടൊരു ലാൻഡ് അവർക്ക് വേണം. വരുന്ന ആൾക്ക് സ്വന്തമായിട്ടുള്ള ലാൻഡ് വേണം. അപ്പം സ്വന്തമായിട്ട് ലാൻഡ് ഉള്ളവർക്ക് മാത്രമേ ആ ലൈസൻസ് ഗവൺമെന്റ് കൊടുക്കുകയുള്ളൂ. അതായത് സാധാരണ വെറുതെ ഒരു തമാശക്ക് വെറുതെ വന്ന് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ ലൈസൻസ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു കാര്യവും ആക്ടിവിറ്റീസും ചെയ്യാത്ത ആളുകൾക്ക് അതുകൊണ്ട് കാര്യമില്ല ഗവൺമെന്റിന്. അപ്പോൾ സ്വന്തമായി ലാൻഡ് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് ആ ലൈസൻസ് എടുക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നാട്ടിലൊരു ഡെവലപ്പർ ഇവിടെ വന്നിട്ട് പറയുന്നത്, റിയാസ് ഭായ് നമുക്ക് അസോസിയേറ്റ് ചെയ്യാമെന്ന് നിങ്ങളോട് പറയുന്ന എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇവിടെ ലാൻഡ് ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അസോസിയേഷൻ ഒക്കെ പോസിബിൾ അല്ലേ? ചെയ്യാൻ പറ്റും. നമ്മുടെ ലാൻഡ് എന്നല്ല, ഒരു UAE നാഷണൽ ലാൻഡ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു പാർട്ണറാക്കി കൊണ്ടുവരാം. അപ്പം നമ്മളൊരു പ്രൊജക്ട് ഈ
UAE നാഷണലിന് സബ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ പേര് ഞാൻ റിവീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ ഇന്ത്യയിൽ നിന്നുള്ള ഒരു വലിയ നമ്മളെ മലയാളിയായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഇങ്ങനെ വന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്തില്ല? ഞങ്ങൾ ഹാൻഡിൽ ചെയ്തു, ഞങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്ത് ഞങ്ങൾ ലൈസൻസും കാര്യങ്ങളൊക്കെ ചെയ്ത്. അപ്പം അതിലൊരു UAE നാഷണലിലെ ലാൻഡ് ഉണ്ട്. അപ്പോൾ ഇവർ ഓൾറെഡി പ്രൊഫൈൽ ഉള്ളവരാണ് കേരളത്തിൽ. അപ്പോൾ അദ്ദേഹത്തെ സമീപിക്കുന്നു, ഈ പ്രൊജക്റ്റ് പറയുന്നു, അദ്ദേഹം പറഞ്ഞു എൻ്റെ ലാൻഡ് ഞാൻ തരാൻ തയ്യാറാണ്. അപ്പോൾ അദ്ദേഹം ലൈസൻസിലോട്ട് വരുന്നു. ഓക്കെ അപ്പം സ്വാഭാവികമായിട്ടും ലൈസൻസിൽ പാർട്ട്ണർ ഒരാളായാൽ മതി, രണ്ടുപേരും വേണമെന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ ഷെയറിൽ ഉള്ള ഈ പിന്നെ പെർസെൻറ്റേജ് അത് കൊടുക്കുകയും അതോടൊപ്പം ഈ ഒരു ആനുകൂല്യം കൂടി കിട്ടി. ഇദ്ദേഹം ലാൻഡ് ലോഡാണ്. അപ്പോൾ ആ ലാൻഡ് വെച്ചുകൊണ്ട് എഗ്രിമെന്റ് ആണ്. അപ്പോൾ അങ്ങനെ അവർക്ക് ഡെവലപ്പർ ലൈസൻസ് കിട്ടി. ഇനി ഇത് എല്ലാത്തൊരു കാര്യം വരികയാണെങ്കിൽ ഒരാൾ വന്നതിന് ശേഷം ഇവിടെ അവർ ഇൻഡിവിജ്വലി അവരുടെ പേരിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാം ഫ്രീ ഹോൾഡ് ഏരിയയിൽ. അവർ വാങ്ങിച്ചതിന് ശേഷം അത് കൊമേഴ്ഷ്യലി ബിൽഡ് ചെയ്യുന്ന ബിൽഡർ ആ ടൈപ്പുള്ളതായിരിക്കാം, അല്ലെങ്കിൽ റെസിഡൻഷ്യൽ പ്രൊജക്റ്റിനുള്ളതായിരിക്കാം, എങ്ങനെയുള്ളതായിരിക്കാം. അത്തരത്തിലുള്ളൊരു ലാൻഡ് എടുത്തതിന് ശേഷം ലാൻഡ് മേടിച്ചിരിക്കണം, ഓണർഷിപ്പ് സ്വന്തം അവരുടെ പേരിൽ തന്നെ ഉണ്ടാവണം. ഈ ലൈസൻസിൽ ആരാണോ പാർട്ട്ണറായിട്ട് വരുന്നത് അതിൽ ഏതെങ്കിലും ഒരാളുടെ പേരിൽ ലാൻഡ് ഉണ്ടാവണം എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ നമ്മൾ അങ്ങനെ ഒരു കാര്യം പറയുകയാണെങ്കിൽ റിയാസ് ഭായ്, ഇപ്പം നാട്ടിലുള്ളൊരു ബിസിനസ് ഡെവലപ്പർ, ഇബാദ് റഹ്മാൻ എന്ന് പറഞ്ഞ ബിസിനസ് ഡെവലപ്പർ അല്ലെ ബിൽഡർ ആയിരിക്കണം. ഞാൻ ആലോചിക്കണം, എനിക്ക് ദുബായിൽ ഒരു സെറ്റപ്പ് ചെയ്താക്കൊള്ളാന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എനിക്കിവിടെ ഏതെങ്കിലും ഷെയ്ഖുമാരുമായിട്ട് എങ്ങനെ കണക്ഷൻസ്, എൻ്റെ ഐഡിയയും കോൺസെപ്റ്റൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്ത് സർവീസൊക്കെ ആയിരുന്നു നിങ്ങൾക്ക്? അങ്ങനെ ഇപ്പം എനിക്ക് ഫോർ എക്സാമ്പിൾ ഷെയ്ഖ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു റോയൽ ഫാമിലിപ്പെട്ട ആരെങ്കിലൊക്കെ ആയിരിക്കാം, അവരുടെ കയ്യിൽ ഹ്യൂജ് ഫണ്ട് ഉണ്ടാവുമെന്നുള്ള കോൺസെപ്റ്റിലായിരിക്കും ഞാൻ പറയുന്നത്. അങ്ങനെ ഫാമിലിയെ സ്പോൺസർ ആക്കുന്ന ഒരു കോണ്ടന്റ് നമ്മൾ ചെയ്തിരുന്നു, നല്ല റീച്ച് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറിന്റെ കേസിൽ വരുമ്പോൾ നമുക്ക് റൂളിംഗ് ഫാമിലി മെമ്പർ എന്നുള്ളതിന്റെ അപ്പുറത്തോട്ട് ലാൻഡ് സ്വന്തമായിട്ടുള്ള ആള് എന്നുള്ളതാണ്. ആരും ആകാം. ഏതെങ്കിലും ഒരു UAE നാഷണൽ ആവാം, അല്ലെങ്കിൽ ഇന്ത്യക്കാരനാവാം. ഇവിടെ ഓൾറെഡി ലാൻഡ് ഉള്ള ഒരു ഇന്ത്യൻ നാഷണൽ അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്പാട്രിയേറ്റ്. അപ്പോൾ ആ ഒരു ഫോറിൻ പേഴ്സൺ അതിനകത്ത് വെച്ചിട്ട് നമുക്ക് ലൈസൻസ് ചെയ്യാം. പിന്നെ അടുത്ത ഓപ്ഷനാണ് ഞാൻ പറഞ്ഞത്, നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ ലാൻഡ് വാങ്ങിക്കുന്നു പേഴ്സണൽ പേരിൽ. ഒരാൾക്കും പാർട്ണർഷിപ്പ് താല്പര്യമില്ലെങ്കിൽ, വേറെ പുറത്തുനിന്ന് ഒരു ഇൻവെസ്റ്റർ വേണ്ട എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇടയ്ക്ക് എടുക്കണം, അങ്ങനെ ഒരു ചിന്തഗതിയിലുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ സ്വന്തമായി ലാൻഡ് വാങ്ങിച്ചിട്ട് ആ ലാൻഡിന്റെ ടൈറ്റിൽ ഡീഡിൽ എൻ്റെ പേരുണ്ടെന്ന് കാണിച്ചിട്ട് നമുക്ക് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ ലൈസൻസ് ഉണ്ടാക്കാം. ഇതല്ലെങ്കിലും നമുക്ക് പല ഓപ്ഷൻസുകൾ ഉണ്ട്. അതിനിപ്പോൾ നമുക്ക് പലപ്പോഴും ഓരോ ആളുകളുടെ കേസ് കണ്ടതിന് ശേഷമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോഴാണ് പല ഓപ്ഷൻസുകളും കൊടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അത് നമുക്ക് അറിയണം, കേസ് ടു കേസാണ്. അപ്പം ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഇതിൻ്റെ അതിനുള്ള സ്പെസിഫിക്കലി ഒരു പക്ഷേ നമ്മുടെ ഓഡിയൻസ് അറിയാൻ പറ്റുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒരു ഡെവലപ്പർ നാട്ടിൽ ഇവിടെ വന്നിട്ട് അയാളൊരു റെൻ്റൽ ഒരു ഇത് ഫോർ എക്സാമ്പിൾ ഓഫീസ് കോംപ്ലക്സ് അങ്ങനത്തെ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ അയാൾക്ക് റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഫ്ലോട്ട് എന്തെങ്കിലും വില്ലകൾ വെക്കാമല്ലോ. അതിന് രണ്ട് ലൈസൻസുകളാണ് ആവശ്യമായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരാള് ഒരു പ്രോപ്പർട്ടി ഡെവലപ്പർ ആവുന്നത് വേറെയും, അതേസമയം ഓൺ പ്രോപ്പർട്ടി അതേ ലൈസൻസ് വെച്ചിട്ട് തന്നെ റെന്റ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും. അപ്പൊ അതിന് നമുക്ക് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറേജ് എന്ന് പറയുന്ന ആക്ടിവിറ്റീസ് ഉണ്ട്. അത് വെച്ചിട്ടാണ് ഇവിടെയുള്ള പോപ്പുലർ ആയിട്ടുള്ള പിന്നെ പ്രോപ്പർട്ടി ഫൈൻഡർ, ഡൂബിസിൽ പോലുള്ള റിയൽ എസ്റ്റേറ്റിന്റെ പോർട്ടലുകളിലൊക്കെ ലിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു കാര്യം, ഒരു പ്രോപ്പർട്ടി ബ്രോക്കറേജ് ലൈസൻസ് ഇല്ലാത്ത ഒരാൾക്ക് ലിസ്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ ലൈസൻസ് നമ്പർ വെച്ചിട്ട് നിങ്ങളുടെ അടുത്തൊരു ഫ്ലാറ്റ് വിൽക്കാണ്ടെന്ന് നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാൻ പോലും പാടുള്ളൂ. അത്രയും മോണിറ്റേഡ് ആണ്. അപ്പോൾ വളരെ ക്ലിയർ, കാരണം ആളുകൾ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഗവൺമെന്റ് അത്രയും ശ്രദ്ധിക്കുന്ന ഒരു വളരെ. എന്താണെങ്കിലും ദുബായിൽ റിയാസ് ഭായിയുടെ ഇപ്പോൾ ഇത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഇനി വരും വർഷങ്ങളിൽ ഭയങ്കര ബൂം ചെയ്ത് വരികയാണെന്നാണ്. പിന്നെ ഞാൻ ഒരു ഉദാഹരണം, എൻ്റെ ഒരു ക്ലയന്റ്, അദ്ദേഹം വെറും 2 വർഷങ്ങൾക്ക് മുമ്പ് നാദിൽ ഷിബ എന്ന് പറയുന്ന സ്ഥലത്ത് 3.something million, എനിക്ക് ഐ തിങ്ക് 4-5 million വേണ്ടി ഒരു ലാൻഡ് എടുത്തു. ആ ലാൻഡ് ഇന്ന് ചോദിക്കുന്നത് 11 million. ലാൻഡ് മാത്രം, ഒന്നും ചെയ്തിട്ടില്ല, കൺസ്ട്രക്ട് ചെയ്തിട്ടില്ല, ഒന്നുമില്ല. അപ്പൊ അത്രയും വലിയൊരു അപ്രീസിയേഷൻ ആണ്. അപ്പൊ ഭയങ്കര ഒരു വലിയ ഭൂമിയിലാണ്. ഇന്റർനെറ്റിൽ തന്നെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, ദുബായില് ബൂം ചെയ്ത് വരുന്ന ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് തന്നെയാണ്. അതെ, സന്തോഷം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഇരിക്കാം. തീർച്ചയായിട്ടും. അഗെയിൻ താങ്ക് യു സോ മച്ച് കിൽട്ടൺ ബിസിനസ്. നമ്മൾ വീണ്ടും ഈ ഒരു പോഡ്കാസ്റ്റ് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു.